പൊങ്കാല പൊങ്കാല ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ഇത് പൊങ്കാലക്കാലത്തും അല്ലാത്തപ്പോഴുമൊക്കെ ധാരാളമായി കേൾക്കുന്ന ആറ്റുകാലമ്മയുടെ ഒരു ഭക്തിഗാനമാണ്. ശിവരാത്രി കാലത്ത് പാലക്കാട് കഞ്ചിക്കോട് ശിവക്ഷേത്രത്തിലെ ഉച്ചഭാഷിണിയിൽ നിന്ന് ഈ പാട്ട് കേട്ട ഒരു ബാലൻ, 5ാം ക്ലാസ്സുകാരനായിരുന്നു, അനീഷ് എന്നാണ് ആ ബാലൻ്റെ പേര്. ആ പാട്ട് കേട്ടപ്പോൾ എവിടെയാണ് ആറ്റുകാൽ, എന്താണ് പൊങ്കാല, ഇങ്ങനെ 100 സംശയങ്ങളായിരുന്നു അനീഷ് എന്ന ആ 5ാം ക്ലാസ്സുകാരൻ്റെ മനസ്സിൽ. പാലക്കാട് കഞ്ചിക്കോട് ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന അച്ഛൻ നാരായണൻ നമ്പൂതിരിയോട് അനീഷ് എന്ന 5ാം ക്ലാസ്സുകാരൻ ചോദിച്ചു, ഇതെവിടെയാണ് ഈ ആറ്റുകാൽ, എന്താണ് ഈ പൊങ്കാല എന്ന് പറഞ്ഞാൽ? അത് തെക്ക് ദേശത്തെ ക്ഷേത്രമാണെന്നും അവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു ഉത്സവമാണ് പൊങ്കാല എന്നും അദ്ദേഹം മകന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ആ ആറ്റുകാലിനെയും പൊങ്കാലയും ഒക്കെ തൊഴുത ബാലൻ 35 വർഷത്തിന് ശേഷം മേൽശാന്തിയായി ആറ്റുകാൽ സന്നിധിയിലെത്തി. ദേവിയുടെ ഉടവാളിനൊപ്പം അനീഷ് നമ്പൂതിരിയുടെ കയ്യിലും കാപ്പ് കെട്ടിയതോടെയാണ് പൊങ്കാല മഹോത്സവം ആരംഭിച്ചത്. ഇത് മഹാഭാഗ്യമാണ്. അച്ഛൻ പറഞ്ഞു തന്ന കഥകൾ കേട്ട് ഒരിക്കൽ വന്നു, ക്യൂ നിന്നു, തൊഴുതു മടങ്ങി. അന്ന് വളരെ കുറച്ച് സമയം മാത്രമേ ദേവിയെ കണ്ടുള്ളൂ. പിന്നെ വന്നത് മേൽശാന്തിയുടെ പരീക്ഷയ്ക്കാണ്. അന്നും തൊഴുതു മടങ്ങി. 3ാം വരവ് മേൽശാന്തിയായി. കുംഭമാസ കാർത്തിക നാളിൽ കൊടുങ്ങല്ലൂരമ്മയെ തോറ്റംപാട്ടിലൂടെ കാപ്പുകെട്ടി കുടിയിരുത്തി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ആഘോഷിക്കുന്ന അനന്തപുരിയിലെ മികച്ച ആരാധനാ കേന്ദ്രമായിട്ടാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം അറിയപ്പെടുന്നത്. 9ാമത്തെ ദിവസമാണ് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. 10ാം നാളിലെ കുരുത്തി തർപ്പണത്തോടെയാണ് ഉത്സവം സമാപിക്കുക. ഉത്സവനാളുകളിൽ ശ്രീഭദ്രകാളിയുടെ സാന്നിധ്യവും മറ്റു ദിവസങ്ങളിൽ ത്രയംബികയുടെ ചൈതന്യവും പ്രത്യക്ഷമായി ജാതിമത ഭേദമില്ലാതെ സകല ഭക്തരെയും അനുഗ്രഹിക്കുന്ന വരദായിനിയാണ് ആറ്റുകാലമ്മ. ശബരിമല പോലെ ഭക്തരുടെ ശരണവിളിയിൽ മുഖരിതമാകുന്ന ഈ ക്ഷേത്രം പൊങ്കാല നാളിൽ ലോകത്തെവിടെയുമുള്ള സ്ത്രീജനങ്ങൾ തിരുനടയിലെത്തി അമ്മേ എന്ന് ശരണം വിളിക്കുന്നതിനാൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നു. എല്ലാവർക്കും അമ്മയാണ് ആറ്റുകാൽ ദേവി. ആറ്റുകാൽ ദേവിയുടെ ഭക്തി നിറഞ്ഞ അന്തരീക്ഷവും മഹാത്മ്യവും വർണ്ണനകൾക്കും വാക്കുകൾക്കും അധികമാണ്. ആദിപരാശക്തിയായ ജഗദംബ എല്ലാ ജീവജാലങ്ങളുടെയും മാതാവാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് ആശ്രയമാകുന്ന ദേവി. ഭഗവാൻ നാരായണൻ ആലിലയിൽ ശയിക്കുന്ന സമയത്തും ദർശനം നൽകുന്നു. മാതൃഭാവത്തിന്റെ ഉറവിടമായ ദേവിയെ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലെ എല്ലായിടത്തും ആരാധിച്ച് പൂജ നടത്തുന്നു. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഭദ്രകാളി സംഹാരത്തിന്റെ ദേവതയായും രണദേവതയായും കണക്കാക്കപ്പെടുന്നുണ്ട്. കളരികളിലും കാവുകളിലും പ്രധാന ആരാധനാ മൂർത്തിയാണ് ദേവി. ആദിപരാശക്തിയുടെ പ്രധാന 3 ഭാവങ്ങളിൽ ഒന്നാണ് മഹാകാളി, ശിവപുത്രി ഭദ്രകാളി, അഥർവാണ ഭദ്രകാളി എന്നിവയാണ് മറ്റു 2 ഭാവങ്ങൾ. വേദങ്ങളിൽ പഞ്ചഭൂതങ്ങളിലെ അഗ്നിയോടെയാണ് ദേവിയെ ഉപമിക്കുന്നത്. ശിവന്റെ തൃക്കണ്ണിൽ ജന്മമെടുത്തവൾ, ദശമഹാവിദ്യകൾ, സപ്തമാതാക്കൾ എന്നിവരിലും പ്രധാനിയാണ് കാളി ദേവി. കാളി എന്നാൽ കാളുന്നവൾ, കറുത്തവൾ എന്നൊക്കെ അർത്ഥമുണ്ട്. അന്ധകാരമായ അജ്ഞാനത്തെ നശിപ്പിച്ച് ഭദ്രമായ കാലം നൽകുന്നവൾ എന്ന അർത്ഥത്തിലും ഭദ്രകാളി അറിയപ്പെടുന്നു. കാളിഘട്ട്, ഉജ്ജയിനി എന്നിവിടങ്ങളിലെ ഭദ്രകാളി ക്ഷേത്രം പ്രസിദ്ധമാണ്. കാളിദാസനും ശ്രീരാമകൃഷ്ണ പരമഹംസരും വാഗ്ഭടനും കാളി ഭക്തരായിരുന്നു. സകല ജീവജാലങ്ങൾക്കും അഭയവും ആശ്രയവും നൽകുന്നതിനാൽ സനാതനിയായും സർവേശ്വരിയായും അമ്മ അറിയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.